ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളും 80-ാം വാക്യവുമാണ്. യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചും ജനനത്തിൻ്റെ സമയത്ത് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചുമാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. അതായത് യോഹന്നാൻ്റെ ജനന വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ യോഹന്നാൻ്റെ പിതാവ് സക്കറിയ മൂകനായി തീരുന്നുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് സംസാരശേഷി തിരികെ കിട്ടുന്നത് യോഹന്നാൻ്റെ പേരിടൽ ചടങ്ങിനാണ്. അതായത് യോഹന്നാൻ ജനിച്ചതിന് ശേഷമാണ്. അപ്പം ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് ജനം ആകാംക്ഷയോട് ചോദിക്കുകയാണ്, ഈ ശിശു ആരായിത്തീരുമെന്ന്. അപ്പോൾ ഈ ശിശു ആരായിത്തീരും, ഈ ശിശു ആരാണ്, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓരോ ക്രൈസ്തവ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ക്രിസ്തുവിശ്വാസികളെ സംബന്ധിച്ചും അവർ ആരാണെന്നും ആരായി തീരണം എന്നതിൻ്റെയും ഉത്തരമാണ്. അതായത് യോഹന്നാനിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഒരു ക്രിസ്തു വിശ്വാസിയുടെ നിഴലാണ്. യോഹന്നാൻ ക്രിസ്തുവിൻ്റെ മുന്നോടിയാണ്. ക്രിസ്തുവിന് മുൻപേ അവൻ ജനിച്ചു. അവൻ ജനിച്ചത് ക്രിസ്തുവിന് വഴിയൊരുക്കാനാണ്. അപ്പോൾ ക്രിസ്തുവിന് ശേഷം ജനിക്കാനിരിക്കുന്ന ഓരോ ശിഷ്യരുടെയും ക്രിസ്തു ശിഷ്യരുടെയും ഒരു മുൻഗാമിയും മാതൃകയുമാണ് യോഹന്നാൻ. അപ്പം യോഹന്നാനെ ദൈവം ഒരുക്കുകയായിരുന്നു. യോഹന്നാൻ്റെ ജനനം തന്നെ അത്ഭുതമാണ്. കാരണം അവൻ്റെ അമ്മ വാർദ്ധക്യത്തിലും പ്രസവിക്കാതെ ഇരുന്ന സ്ത്രീ ദൈവകരുണയാൽ അവൾ ലോകത്തിൻ്റെ മുൻപിലെ അപമാനങ്ങൾക്ക് പാത്രമായി ഇരുന്നവൾ അതൊക്കെ മറികടന്ന് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അമ്മയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം അവളോട് വലിയ കൃപയാണ് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് യോഹന്നാൻ എന്ന പേര് തന്നെ ദൈവം കൃപാലുവാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവം കൃപാലുവായത് യോഹന്നാൻ്റെ അമ്മയോട് മാത്രമല്ല ഈ ലോകത്തോട് മുഴുവനുമാണെന്ന് ആ പേര് സൂചിപ്പിക്കുകയാണ്. കാരണം തൻ്റെ ഏകജാതനെ നൽകാൻ വേണ്ടിയാണ്, ആ ഏകജാതിന് മുന്നോടിയായിട്ടാണ് യോഹന്നാനെ അവിടെ നയിച്ചത്. അപ്പോൾ യോഹന്നാൻ്റെ ജനനം ക്രിസ്തുവിൻ്റെ ജനനത്തിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പം അങ്ങനെ ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ ഒരു അടയാളമായി ഈ കുഞ്ഞിൻ്റെ ജനനവും മാറുകയാണ്. അപ്പോൾ ഓരോ മനുഷ്യനെയും ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണത്. കാരണം ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ദൈവത്തിന് അവൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതി എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് സാക്ഷിയാവുക എന്നുള്ളതാണ്. യോഹന്നാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിരുന്നു. ദൈവത്തിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു എന്നാണ്. ആത്മാവ് അവനെ ശക്തിപ്പെടുത്തിയെന്നാണ്. അപ്പോൾ ദൈവവും പരിശുദ്ധാത്മാവും ഒരു മനുഷ്യനെ ഒരുക്കുന്നത് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരാനാണ്. ഇപ്പം ജന്മം കൊണ്ട എല്ലാ മനുഷ്യർക്കും അവൻ്റെ മേലെ ദൈവം എഴുതിയിരിക്കുന്ന നിയോഗം എന്നത് ക്രിസ്തുവിന് സാക്ഷിയായി മാറുകയെന്നാണ്. യോഹന്നാനെ സംബന്ധിച്ച് അവൻ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൃപകളാൽ ജനിച്ചതുപോലെ മരണം വരെയും ആ കൃപകൾ അവൻ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ കരം അവനോടൊപ്പം ഉണ്ടായിരുന്നു. ആ കരത്തെ അവൻ ഒരിക്കലും വിട്ടിരുന്നില്ല. അവൻ ആ ദൈവകരത്തിൻ്റെ കീഴിൽ തന്നെയാണ് അവൻ്റെ ജീവിതം മുഴുവനും നയിച്ചത്. അതുകൊണ്ടാണ് അവന് കിട്ടിയ സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും വേണ്ടാന്ന് വെച്ച് അവൻ നീതിക്ക് വേണ്ടിയും ന്യായത്തിനു വേണ്ടിയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ജീവൻ ബലികഴിക്കാൻ തയ്യാറാണ്. അപ്പോൾ യോഹന്നാൻ നമുക്കൊരു മാതൃകയായി തീരുന്നത് അങ്ങനെയാണ്. യോഹന്നാൻ നമ്മൾ ഓരോരുത്തരുമാണ്. യോഹന്നാനിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തേണ്ടത്. യോഹന്നാനെ പോലെ നമ്മുടെ ജനന സമയം മുതലേ ദൈവത്തിൻ്റെ കരം നമ്മുടെ മീതെയുണ്ട്. ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സാക്ഷിയമേകുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈ ജനന തിരുനാൾ നമുക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. കാരണം യോഹന്നാൻ ക്രിസ്തു സാക്ഷിയായി മരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിത നിയോഗവും അത് തന്നെയാണ്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവൻ്റെ സാക്ഷിയായി ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ യോഹന്നാൻ്റെ ഈ തിരുനാൾ സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകളാൽ നിറഞ്ഞ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ആത്മാവിനാൽ ശക്തിപ്പെട്ട മനുഷ്യരാണ് നാം ഓരോരുത്തരും. ഈ കൃപകളും ആത്മാവിൻ്റെ ശക്തിപ്പെടുത്തലുകളും നമ്മെ നയിക്കേണ്ടത് ക്രിസ്തുവിനെ സാക്ഷ്യമായി മാറാൻ നമ്മുടെ ജീവിതത്തിന് കഴിയുക എന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.